ഒരുപാട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവന്റിലേക്ക് എന്തിന് സ്റ്റുഡൻസ് വരണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മോ ഫ്യൂച്ചർ 2025 നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊന്ന് ഇൻട്രസ്റ്റ് പാർട്ടാണ്, എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ലോണുകൾക്ക് പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ലോൺ വർക്കൗട്ടായി വരാനെടുക്കുന്ന ടേൺ അറൗണ്ട് ടൈം, ഇതൊക്കെയാണ് സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺസ് ഉണ്ടാവുക ലോണുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റ് പാർട്ടാണ്. നമുക്കറിയാം RBIയുടെ റെഗുലേഷനിലാണ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് പാർട്ട് വരുന്നത്. അത് ബാങ്കുകൾക്ക് അനുസരിച്ച് ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളിലും പബ്ലിക് ബാങ്കുകളിലും ഒരേ റേറ്റിനല്ല. NBFCകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് വരുന്നുണ്ട്. കൊളാറ്ററൽ വെക്കുന്ന ലോണിനേക്കാൾ കൂടുതൽ കൊളാറ്ററൽ ഇല്ലാണ്ട് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ബട്ട് നമ്മൾ ത്രൂ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിൽ ഏത് മെത്തേഡ് ആണെങ്കിലും പ്രോപ്പർ, ഇപ്പോൾ ബാങ്കുകൾ പുറത്ത് ഔട്ടർ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാര്യം ബാങ്കുകൾ നമുക്ക് തന്നിട്ടുള്ളൊരു കൺഫർമേഷനാണത്. നമ്മൾ ഈ ഇത്തരം ഇവൻറ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റിൽ ചെറിയ പെർസെൻറ്റേജ് അവർ കട്ട് ചെയ്തിട്ട് തരാറുണ്ട്. ഇനി പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഫീ ഫിക്സ്ഡ് ആണ് എല്ലാ ബാങ്കുകൾക്കും. ഈ നോൺ കൊളാറ്ററൽ ലോണുകളെ സംബന്ധിച്ചിടത്തോളം 1.5%-ഉം 2% വരെ ചാർജ് ചെയ്യുന്ന ബാങ്കുകളും NBFCസും. ഇത്തരം സിറ്റുവേഷനുകളിൽ നമുക്കൊരു 0.75%, അതായത് ഔട്ടർ മാർക്കറ്റിൽ 1.5% പ്രോസസ്സിംഗ് ഫീ ഉള്ളത് 0.75%-ൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ളൊരു ആശങ്ക, ലോൺ അപ്ലൈ ചെയ്ത് അത് സാങ്ഷനായി വരാനുള്ളൊരു സമയമാണ്. ഒരാൾ ഓവർസീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് ഒരു 3 മാസമൊക്കെയാണ് അയാൾ മൊത്തം പ്രോസസ്സിന് കാണുന്ന സമയം. അപ്പോൾ അതിലെ മേജർ ടൈം എന്ത് ചെയ്യാറുണ്ട്, ലോണിലേക്ക് വേണ്ടിയിട്ട് പലപ്പോഴും കുട്ടികൾക്ക് മാറ്റി വെക്കാറുണ്ട്. സാധാരണഗതിയിൽ 2 മാസത്തോളം എടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് നമുക്ക് നോൺ കൊളാറ്ററൽ ലോണുകളാണെങ്കിൽ 15 ദിവസം മുതൽ ഒരു 20 ദിവസം കൊണ്ട്, അതല്ല പ്രോപ്പർട്ടി വെച്ചിട്ടെടുക്കുന്ന ലോണുകളാണെങ്കിൽ 3 ആഴ്ച മുതൽ 1 മാസം വരെ, അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ലോണിൻ്റെ സാങ്ഷൻ കഴിഞ്ഞ് ഡിസ്ബേഴ്സ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ഈ ഇവൻറ്റിൽ ലോൺ പാർട്ടിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഷുറൻസ് എന്ന് പറയുന്നത്.